ഹലോ, നമസ്കാരം. കള്ളൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS വേരിയസ് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് 535/2023 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻസർ കീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഉ ഗു നീ ഓർത്താ മതി അല്ലെ. അപ്പൊ ഗുരുവായൂർ 1931. ക്ലിയർ ആണോ? 1931. ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഏതായിരിക്കും? അതെ, ചമ്പാരൻ സത്യാഗ്രഹം. ഓപ്ഷൻ എ, ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഏതായിരുന്നു? ഇവിടെ തന്നിരിക്കുന്ന ശാശ്വത നികുതി നിയമം, ദത്തവകാശ നിരോധന നിയമം, വെർണക്കുലർ പത്ര നിയമം, റൗലത്ത് നിയമം അല്ലെ. റൗലത്ത് ആക്ട് അല്ലെങ്കിൽ റൗലത്ത് നിയമം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? യെസ്, ഉദ്ധം സിംഗിനാണ്. ഓപ്ഷൻ ഡി, ഉദ്ധം സിംഗ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര്? ഒരാളാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ആരാണ്? അംബേദ്കർ. ഓപ്ഷൻ ബി, അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, ഡോക്ടർ S രാധാകൃഷ്ണൻ, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. ഇതില് ബന്ധമില്ലാത്തത് ആർക്കാണ്? യെസ്, ഓപ്ഷൻ ബി, ഡോക്ടർ S രാധാകൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് വാങ്ങാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം ശരിയാണ്. സ്വത്ത് വാങ്ങാനുള്ള അവകാശം ഇല്ല കേട്ടോ. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഉണ്ട്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അതുകൊണ്ട്. ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, അത് മൗലിക അവകാശങ്ങളിൽ പെടുന്നവയല്ലാത്തത് കൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ്, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഓക്കെ അല്ലേ? അപ്പം 1, 3, 4, 6 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? നിർദ്ദേശക തത്വങ്ങളാണ്. ഇല്ല, കോടതിയെ സമീപിക്കാനാകില്ല. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യം ഇന്ത്യ. ഓപ്ഷൻ ബി, ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? യെസ്, നിയമനിർമ്മാണമാണ് കേട്ടോ. ഓപ്ഷൻ ബി, നിയമനിർമ്മാണമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധം ഇല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഇല്ല അല്ലെ. ബാക്കിയൊക്കെ 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. ഇവിടെ ബന്ധമില്ലാത്ത കാര്യം ഓപ്ഷൻ എ, ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ബന്ധമില്ലാത്ത കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? യെസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്?
വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര്? സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാര്? യെസ്, ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? യെസ്, വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വക്കം അബ്ദുൾ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഏറ്റവും കൂടുതൽ തവണ കിട്ടിയിരിക്കുന്നത് ബ്രസീലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? സെക്കൻഡ് ലാസ്റ്റ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണ്? യെസ്, റനിൽ വിക്രം സിൻഹയാണ് ശരിയുത്തരം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വി പി മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഓപ്ഷൻ ബി വി പി മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുകയാണ്. നമുക്കിവിടെ ഇരുമ്പുരുക്ക് ശാലകൾ തന്നിട്ടുണ്ട്, സഹായം നൽകിയ രാഷ്ട്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്രയും നാളത് ചോദിച്ചിരുന്നത്. ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഭിലായ്, ബക്കോർ, റൂർക്കേല, ദുർഗാപൂർ എല്ലാവരും ഉണ്ട്. സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ. നമുക്ക് നോക്കാം. യെസ്, ഭിലായ് ആരാണ്? യെസ്, സോവിയറ്റ് യൂണിയൻ ആണ് ഭിലായ് ഇരുമ്പുരുക്കശാല സഹായം നൽകിയ രാഷ്ട്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൊക്കാറോ ആരാണ് നൽകിയിരിക്കുന്നത്? ബൊക്കാറോയും നമുക്ക് സോവിയറ്റ് യൂണിയൻ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് റൂർക്കേല ജർമ്മനിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ജർമ്മനിയാണ് സഹായം നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ദുർഗാപൂർ ബ്രിട്ടൻ ആണ് നമുക്ക് സഹായം നൽകിയിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ന്യൂഡൽഹിയാണ് കേട്ടോ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ആസ്ഥാനം വരുന്നത് ഓപ്ഷൻ സി ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. 1986. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ. 10+2+3 രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനമാണ്. ലോക ഫുട്ബോൾ ദിനം വരുന്നത് മെയ് 25. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മെയ് 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ഓപ്ഷൻ എ പ്രതിഭ റായി ആണ് ശരിയുത്തരം. പ്രതിഭ റായി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? അപ്പൊ ഇവിടെ തെറ്റുകളുടെ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരത്തിലെ തെറ്റ് ഏത്? നമുക്ക് നോക്കാം. തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷാംശം 8°4' വടക്കു മുതൽ 37° അല്ലെ, 8, 4 മുതൽ എവിടം വരെ? യെസ്, 37. ഓക്കെ, 37°6 വരെ ആണോ? യെസ്. അടുത്തത് അക്ഷാംശം 67 വടക്കു മുതൽ, ഇല്ല, ഇത് തെറ്റി, ബി തെറ്റി. രേഖാംശം ഇത് മുതൽ കിഴക്ക് മുതൽ, അപ്പൊ ഇതാണ് രേഖാംശം വരുന്നത്. 68, 7 ടു ഇതാണ് കേട്ടോ. ഏത് 97°25' കിഴക്ക് വരെ, അതും ശരിയാണ്. എ ശരിയാണ്, സി ശരിയാണ്, ഇതപ്പൊ തെറ്റാണ്. അപ്പം ബിയും ഡിയും ആണ് തെറ്റ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. ഓക്കെ, ഓപ്ഷൻ ബി സിയാച്ചിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പടിഞ്ഞാറ് പാകിസ്ഥാൻ ശരിയാണ് അല്ലെ. ഇനി വടക്ക് നേപ്പാൾ, കിഴക്ക് ഭൂട്ടാൻ അല്ല. ഓക്കെ ആണോ? തെക്കു കിഴക്ക് ഭൂട്ടാൻ, അതെ, തെക്ക് കിഴക്കാണ് ഭൂട്ടാൻ വരുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയാൻ നേരത്തെ നമുക്ക് പ്രൊഫഷണൽ കീയിൽ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്, കിഴക്ക് ഭൂട്ടാൻ. തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അതൊന്നും കൂടി ഒന്ന്. ഓക്കെ, തെക്ക് കിഴക്ക് തന്നിട്ടുണ്ടല്ലോ ഇവിടെ ഭൂട്ടാൻ എന്നുള്ളത്. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിപ്പോൾ പ്രൊഫഷണൽ കീയിൽ വന്നിരിക്കുന്നത് കിഴക്ക് ഭൂട്ടാൻ, ഓപ്ഷൻ ബി ആണ്. പക്ഷെ ഈ ഡിയും കണ്ടോ, തെക്ക് കിഴക്ക് ഭൂട്ടാൻ. ഓക്കെ, നമുക്ക് നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകാനുള്ള ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പൊ നമുക്കിവിടെ പ്രൊവിഷണൽ കീയിൽ തന്നിരിക്കുന്നത് ബി ആണെങ്കിൽ കൂടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇന്ത്യയുടെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഒറ്റയാനയാണ് ഉത്തര പർവ്വത മേഖല, ഹിമാലയം, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും അല്ലെ. ഇതിനകത്ത് ഹിമാലയമാണ് ഒറ്റയാൻ. ബാക്കിയെല്ലാം നോക്കി ഒരു മേഖല അല്ലെങ്കിൽ സമതലം ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒറ്റയാനായിട്ട് വരുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? നമുക്ക് നോക്കാം. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, അതും ശരി. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറില്ല ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ഇടിയോട് കൂടിയ ശക്തമായ മഴ, അതും ശൈത്യകാലത്ത്, തെറ്റാണ് അല്ലെ. അപ്പം തെറ്റായ വിവരം ഓപ്ഷൻ സി ആണ്. മൺസൂണിന്റെ നെക്സ്റ്റ് ഡിയും കൂടി നോക്കാം. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അപ്പൊ ഇവിടെ ശരി ഉത്തരമായി വരുന്നത്, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? ശരിയാണ് ചോദിച്ചിരിക്കുന്നത്, വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം.
അക്ഷാംശം 8°18' വടക്ക് മുതൽ 12°48' വടക്ക് വരെ ശരിയാണ്. രേഖാംശം 74°52' കിഴക്ക് മുതൽ 77°22' കിഴക്ക് വരെ ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ യെസ്, മൂന്നും ശരിയാണ്. എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. അപ്പൊ നമുക്ക് 3 സൂചന തന്നിട്ടുണ്ട്. ഏതാണ് പ്രദേശം എന്നുള്ളത് തിരിച്ചറിയണം. സോ നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത അല്ലെ? യെസ്. ഏകദേശം 40 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പൊ ഏതായിരിക്കും? യെസ്, യോജിപ്പിക്കുന്നതാണ്. യോജിപ്പിക്കുന്ന മലമ്പാത. അപ്പൊ ഏതാണ്? പാലക്കാട് ചുരം. ഓക്കെ, പാലക്കാട് ചുരമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി പാലക്കാട് ചുരമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആരായിരുന്നു? നീളം കൂടിയത് നീളം കൂടിയത് എന്നുള്ള ഇതിലാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. പെരിയാറില്ല അല്ലേ? അപ്പൊ നമുക്ക് ആരെ പറയാം? ഭാരതപ്പുഴയാണ് ഫസ്റ്റ് വരിക. നെക്സ്റ്റ് നീളം കൂടിയ രണ്ടാമത്തത് ഇവിടെ തന്നിരിക്കുന്നത് പമ്പയാണ് അല്ലെ? പമ്പയാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്? യെസ്, ചാലിയാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് കടലുണ്ടി വരുന്നുണ്ട്. പിന്നെ കല്ലടയാർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. തന്നിരിക്കുന്നവയിലാണ് അല്ലെ? തന്നിരിക്കുന്നവയിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ശരി ഉത്തരം. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ നദികളിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക. നമുക്ക് നോക്കാം. ഇവിടെ ആരൊക്കെയാ തന്നിരിക്കുന്നത്? യെസ്, മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ, നെയ്യാർ. യെസ്, നെയ്യാറാണ് ശരി ഉത്തരം വരിക. ഒറ്റയാനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത്? NW നാഷണൽ വാട്ടർവേസ് 3 ആണ്. ഓക്കെ അല്ലെ? NW3 ആണ് താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത NW3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വൈദ്യുത പദ്ധതികളും ജില്ലകളും തന്നിട്ടുണ്ട്. ഒറ്റയാനെയാണ് കണ്ടെത്തേണ്ടത്. അത് തെറ്റായി. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ശബരിഗിരി പത്തനംതിട്ട, ഇടുക്കി പദ്ധതി ഇടുക്കി, കുറ്റ്യാടി പദ്ധതി കോഴിക്കോട്. ശരിയാണ്. സിയാൽ പദ്ധതി എറണാകുളം. ഓക്കെ അല്ലേ? അത് ഒറ്റയാനാണ്. അപ്പൊ നമുക്കിവിടെ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി യെസ് ആരാണ്? സജി ചെറിയൻ. ഓപ്ഷൻ എ സജി ചെറിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് തന്നിരിക്കുന്ന. 2 സൂചനയുണ്ട് അല്ലെ? അപ്പൊ ആ 2 സൂചന നമുക്കൊന്ന് നോക്കാം. പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം നമ്മൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആരാണ്? യെസ്, ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതമാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? യെസ്, ഗ്രാമസഭയുടെ കൺവീനർ ആയിട്ട് വരുന്നത് വാർഡ് മെമ്പർ ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഓപ്ഷൻ എ എറണാകുളമാണ് ശരി ഉത്തരം. ഓപ്ഷൻ എ എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ. ഓക്കെ, ഏതാണ് പോർട്ടലിന്റെ പേര് വരുന്നത്? യെസ്, കതിർ ആപ്പ്. ഓക്കെ അല്ലേ? കതിർ ആപ്പാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? യെസ്, രാജീവ് രഞ്ജൻ സിംഗ് ആണ്. ഓപ്ഷൻ ഡി, രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. ഇത് ഇതുവരെ കാണാത്തൊരു ക്വസ്റ്റ്യൻ അല്ലെ. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. അപ്പം നോക്കണേ, ഇനിയിപ്പോ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ളത്. അപ്പം ഏതാണ്? യെസ്, 89.45 മീറ്റർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് യെസ് 134 ശരി ഉത്തരം. 134 സ്ഥാനമാണ്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ബുധനാണ്. ഓപ്ഷൻ എ ബുധൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഹിന്ദുസ്ഥാനി സംഗീതം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഹിന്ദുസ്ഥാനി സംഗീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാര്? യെസ്, ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏതു മുതൽ ഏത് വരെയാണ്? യെസ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓക്കെ, ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷത്തെ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഒന്നും കൂടി പറയാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ യെസ്, ഓപ്ഷൻ ബി ഗാന്ധിജിയുടെ വാക്കുകളാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. കഴിഞ്ഞ നമ്മള് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, കറണ്ട് അഫയേഴ്സിന്റെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഏതായിരുന്നു? 800. ഓക്കെ അല്ലെ? 800. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക അധ്യാപക ദിനം എന്ന്. ലോക അധ്യാപക ദിനം എന്ന് ഒക്ടോബർ 5 സെപ്റ്റംബർ അല്ല, ഒക്ടോബർ 5 ശരി ഉത്തരം വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്. യെസ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെ? യെസ്, ബ്രസീൽ. ഓപ്ഷൻ എ ആണ്, ബ്രസീൽ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓക്കെ അല്ലേ? എല്ലാം ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്ക് നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. തെറ്റിപ്പോയി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. അശുദ്ധരക്തമാണ് അല്ലെ? യെസ്.
നെക്സ്റ്റ് അപ്പൊ നമുക്ക് നോക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സ്ഥിര. ഇതിനകത്ത് ബിയും സിയും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. യെസ്, വിറ്റാമിൻ എ ലയിക്കും. പിന്നെ ഏതാണ്? വിറ്റാമിൻ ഡിയും, എയും ഡിയും. യെസ്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അത് നോക്കണേ, വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക്. പച്ചമുളകിന്റെ ഓക്കെ ഏറ്റവും നല്ലത് ജ്വാലാമുഖി. ഓക്കെ അല്ലേ? ജ്വാലാമുഖിയാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? യെസ്, എന്താണ്? ബോംബിക്കോൾ. ഓക്കെ അല്ലേ? ബോംബിക്കോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ഓക്കെ അല്ലേ? എക്സിറ്റു കൺസർവേഷൻ ആണ് കേട്ടോ. അപ്പം അവിടെ വരുന്ന ആൻസർ എന്ന് പറയാൻ നേരത്ത് യെസ്, ഏതൊക്കെയാ തന്നിരിക്കുന്നത്? ബോട്ടാണിക്കൽ ഗാർഡൻ, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതം. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും. എ ആണ് ശരി ഉത്തരം, ബോട്ടാണിക്കൽ ഗാർഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, വൈറസ് ആണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? യെസ്, പ്രകീർണനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉറുമ്പിനകത്ത് ഫോർമിക് ആസിഡ്. ഓക്കെ, ഫോർമിക് ആസിഡ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? യെസ്, വിസരണമാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി, വിസരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? സിങ്ക്. ഓപ്ഷൻ സി ആണ്, സിങ്ക് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണം ഏതാണ്? വേട്ടക്കാരൻ. വേട്ടക്കാരൻ എന്ന് പറയുന്ന നക്ഷത്രഗണമാണ് ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? യെസ്, ലാവോസിയെ. ഓപ്ഷൻ ഡി ആണ്, ലാവോസിയാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ആരാണ്? ചന്ദ്രയാൻ 3. ഓക്കെ, ചന്ദ്രയാൻ 3 ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. യെസ്, നമുക്ക് കുറച്ച് രോഗങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് നോക്കാം. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി. യെസ്, ക്ഷയം. എന്താണ്? യെസ്, ക്ഷയം മൈക്കോ ബാക്ടീരിയം
ട്യൂബർകുലോസിസ് അല്ലെ. യെസ്, TB അല്ലെ, ക്ഷയം അല്ലെങ്കിൽ TB. നെക്സ്റ്റ് എലിപ്പനി. എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ. ഓക്കെ അല്ലെ, ലെപ്റ്റോസ്പൈറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി വൈറസ് ആണ് കേട്ടോ. നെക്സ്റ്റ് മലമ്പനി പ്ലാസ്മോഡിയം. ഓക്കെ അല്ലേ. സോ ഇവിടെ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മന്തുരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്തുരോഗം പരത്തുന്ന കൊതുക് ഏത്? ഏതായിരുന്നു? മന്തുരോഗമാണ്. മന്തുരോഗം. മന്തുരോഗം പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് യെസ് ക്യൂലെക്സ് ആണ് കേട്ടോ, ക്യൂലെക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? യെസ്, മീസിൽസ്. മീസിൽസ് ആണ് വായുവിൽ കൂടി പകരുന്ന രോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം യെസ് ഇരുമ്പ്. ഓപ്ഷൻ എ ആണ്, ഇരുമ്പാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. ഓപ്ഷൻ ബി എഡ്വേർഡ് ജെന്നർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? യെസ്, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം യെസ് സ്ഫിഗ്മോ മാനോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ പ്രസ്താവനകളാണ്, അതായത് 4 തന്നിട്ടുണ്ട്. 4 ശരിയായ പ്രസ്താവനകളാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന് കാരണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. യെസ്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. ശരി. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി. യെസ്. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നത് അല്ല അല്ലേ. അപ്പൊ ഇവിടെ 2ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എംഫീസിമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? എംഫീസിമ രോഗം ബാധിക്കുന്ന അവയവം യെസ് ശ്വാസകോശം അല്ലെ, ശ്വാസകോശം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി യെസ് മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ജോസഫ് സിനിമയൊക്കെ ഓർമ്മ വരുന്നല്ലേ, മൃതസഞ്ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്താല് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരാ? ഹർമൻപ്രീത് സിംഗ്. ഓക്കെ, ഹർമൻപ്രീത് സിംഗ് ആണ് 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ദേശീയ ചലച്ചിത്ര അവാർഡാണ്. ഏതായിരുന്നു? യെസ്, പറഞ്ഞു നോക്കിയേ. യെസ്, ആട്ടം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യവും കൂടെ വരുന്നുണ്ട് അല്ലെ അതിൽ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? യെസ്, മലിനജലത്തിലൂടെ. മലിനജലം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്പേസ്
റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇസ്രോ എന്ന് പറയും. ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഇപ്പോഴത്തെ ചെയർമാൻ ഇസ്രോയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്ന് പറയും, ഇസ്രോ എന്ന് പറയും. ഇപ്പോഴത്തെ ചെയർമാൻ ആര്? യെസ്, എസ് സോമനാഥ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, എസ് സോമനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എല്ലാം പറഞ്ഞിട്ടില്ലല്ലേ, ഇതിന്റെ എല്ലാം മാത്സിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ, കാരണം വേഗം കിട്ടുമായിരിക്കും. അപ്പൊ ഇത് ആൻസർ കീ മാത്രം നോക്കുന്നവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. മാത്സിന് വേണ്ടിയിട്ട് ഈ മാത്സ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ട് വാല്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പൊ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണേ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിവിടെ നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, 7 × 8 ഡിവൈഡഡ് ബൈ 2 × 14 + 3². അപ്പൊ ഇവിടെ എന്താണ്? യെസ്, ബോഡ് മാസ് തന്നെ നമ്മൾ നോക്കുക. ബോഡ് മാസ് നോക്കുമ്പോൾ ബോഡ് മാസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഏത് വരുന്നുണ്ട്? യെസ്, ആൻസർ വരുന്നത് 11 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ബോഡ് മാസ് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. 7² × 2 ഡിവൈഡഡ് ബൈ 2 × 7. ബോഡ് മാസ് തന്നെ യൂസ് ചെയ്യുക. ബോഡ് മാസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത്, യെസ്, ആൻസർ കിട്ടുന്നത് 7 ആണ്. ഓപ്ഷൻ എ 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരോഹണക്രമത്തിൽ അല്ലെ, ആരോഹണക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? 1/2 തന്നിട്ടുണ്ട്, 2/3, 3/4, 1/5. ഇവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ശരിയായ ക്രമം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സ് ആൻഡ് റീസണിങ് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് അതായത് നോർമൽ രീതിയും പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും കൂടി ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീഡിയോസ് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്ന് പറയുന്നത് ഏതാണ്? യെസ്, 1/5 ആണ് ഏറ്റവും ചെറുത്, പിന്നെ 1/2, 2/3 ആൻഡ് 3/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. 5 പേരുടെ ആണ്, 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 4 പേരുടെ തന്നിട്ടുണ്ട്. 5ാമത്തെ ആളുടെ ഉയരമാണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ എന്തായാലും മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ പ്രോബ്ലംസ് എല്ലാം എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം 5 പേരുടെ 5ാമൻ എക്സ് ആണെന്ന് കരുതുക. സോ നമുക്കിവിടെ വരുന്ന 163, 160, 161, 162 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതാണ് ആര് വരുന്നത്? 160. അപ്പൊ അത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് എത്രയും, സോറി ഞാൻ ഇതിനകത്ത് തന്നെ വീണ്ടും വീണ്ടും ആൻസർ ചെയ്യുന്നു. അപ്പൊ മറ്റേതിനകത്ത് എന്തായാലും നോക്കണം. സോ ഇവിടെ കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് യെസ് 154 ആണ് കേട്ടോ, 154. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ബോഡ് മാസ് വന്നു. 41 - 30 + 45 + 7 ബ്രാക്കറ്റിലാണത് × 7. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് യെസ് 375 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിന്റെ വേഗത എത്ര? ഒരു വിമാനം അരമണിക്കൂറാണ് തന്നിരിക്കുന്നത്. ദൂരം എത്ര തന്നിരിക്കുന്നത്? 250 കിലോമീറ്റർ. വേഗത എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ സമയം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? യെസ്, 500 km/h. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? വിറ്റ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 12% നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത്. 1600 രൂപയ്ക്ക് വാങ്ങിയ വസ്തുവാണ്, 12% നഷ്ടത്തിലാണ് വിറ്റിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് യെസ് 1408 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസ്സാഗ എത്ര? ഓക്കെ അല്ലേ? സോ ഉസ്സാഗ എന്ന് പറയുന്നത് 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസ്സാഗ നമുക്ക് വരുന്നത് യെസ് 5 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ചേരാത്തത് ഏത്?
കൂട്ടത്തിൽ ചേരാത്ത ഇവിടെ തന്നിരിക്കുന്നത് 8, 16, യെസ് 27, 64. ഇവയിൽ കൂട്ടത്തിൽ ചേരാത്തത് സ്ക്വയർ ടേം, ബാക്കിയൊക്കെ എന്താണ് 2 ക്യൂബ് 3 ക്യൂബ് അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 16 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? 1, 3, 6. നെക്സ്റ്റ് ഏതായിരിക്കും എന്നാണ് 2, യെസ് 3. അടുത്ത എത്ര ആയിരിക്കും? യെസ് ഓപ്ഷൻ എ 10 ശരി ഉത്തരം വരുന്നത്. അതായത് 1 നിന്ന് 3ലേക്ക് 2 എണ്ണം ഗ്യാപ്പ്, 3 നിന്ന് 6ലേക്ക് 3 വരും, 6 നിന്ന് നെക്സ്റ്റ് അപ്പം 2, 3, അടുത്ത 4, 6, 4, 10. അപ്പൊ അടുത്ത പദം ശ്രേണിയിലെ അടുത്ത പദം 10 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ, യെസ് 2n + 1 32 ആയാൽ n ഈക്വൽ ടു, അപ്പൊ 2n + 1 = 32. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 32നെ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുമ്പം 2n × 2. ഓക്കെ അല്ലേ. 2:1 ആണ് ഉദ്ദേശിക്കുന്നത്, ഈക്വൽ ടു 32. അപ്പൊ ഈ 2നെ നമുക്ക് 2n = 32/2 വരും. അതായത് ഇവിടെ നമുക്ക് 16 കിട്ടും. അപ്പൊ 2n = 16. ഈ 16 എന്ന് പറയുന്നത് 2 എന്താണ് 3ആണോ 4ആണ്. ഓക്കെ ആണോ? 2/4. അപ്പൊ ഇവിടെ ആൻസർ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി 4ആണ് ശരി ഉത്തരം. n = 4 വരും. ഓക്കെ 2n = 2/4. അപ്പൊ n = 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട്. ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70ഉം ആകെ തലകൾ 30ഉം ആണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ മനുഷ്യരുടെ എണ്ണം മാത്രമല്ല, പശുക്കളുടെ എണ്ണം മാത്രമല്ല, തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും, അപ്പൊ 4 കാല് വന്നു, മനുഷ്യര് 2 കാല്. അപ്പൊ ആകെ കാലുകൾ എത്രയാ വന്നിരിക്കുന്നത്? 70ഉം ആകെ തലകൾ 30ഉമാണ്. തലകൾ എന്തായാലും എന്താണ് ഓരോന്നേ ഉണ്ടാവുള്ളൂ അല്ലെ. പക്ഷെ കാലുകൾ എത്രയാണ്? 70 വീതമുണ്ട്. സോ നമുക്ക് നോക്കാം. അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ എണ്ണം, മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വ്യത്യാസം എന്ന് പറയാൻ നേരത്തെ നമുക്ക് എത്രയാണെന്ന് എഴുതാം? യെസ്, ഇവിടെ ആൻസർ കിട്ടുന്നത് 20 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.05 സ്ക്വയർ × 1/20 അഗെയിൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരും? യെസ്, ഇവിടെ ആൻസർ വരുന്നത് 0.05 the whole cube വരും. ഓക്കെ അല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1, 2, 4, 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത്? 1, 2, 4, 8. 8, 2, യെസ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സിമ്പിൾ ആണ് അല്ലേ. 1 × 2 2, 2 × 2 4, 4 × 2 8, 8 × 2 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. ഓക്കെ അല്ലേ. രമയുടെയും ജയയുടെയും 2:3. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാവും. അപ്പം ഇവിടെ നമ്മൾ 2x 3x എന്ന് എടുക്കാം. അപ്പൊ ഈ ആർക്കാണ്? രമയ്ക്കാണ്. അപ്പം 2x + 5, അതായത് ഇപ്പോഴത്തെ ഒരു വയസ്സ് 5 വർഷം കഴിയുമ്പോൾ, 5 വർഷം കൂടുമ്പോൾ രമയ്ക്ക് എത്ര വയസ്സാവും? 24 വയസ്സാവും. അപ്പോൾ ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ നേരത്തെ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലോ, മാത്സ് ആൻഡ് റീസണിങ് സോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോസ് കാണണേ. ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. സോ അത് കാണണം. സോ ഇവിടെ കിട്ടുന്ന ആൻസർ 27 ആണ് കേട്ടോ. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് 27. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ബോർഡ് മാസ് വന്നിട്ടുണ്ട്.
അപ്പൊ ബോഡ് മാസിനകത്ത് 1 പ്ലസ് ബ്രാക്കറ്റിൽ 2 × 3 ഡിവൈഡഡ് ബൈ 6 ബ്രാക്കറ്റ് ആണല്ലേ അതിന് ബോഡ് മാസ്. ഓക്കെ അല്ലേ, അത് മറക്കാതിരിക്കുക. ബോഡ് മാസിൽ തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. സോ ബോഡ് മാസിൽ ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11:132. അങ്ങനെയാണെങ്കിൽ 22:11:132. അപ്പൊ 11ന്റെ സ്ക്വയർ എത്രയാ? 121 പ്ലസ് 10 കൂടി 11 കൂടി ആഡ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 132 കിട്ടുന്നത്. അപ്പൊ 22ന്റെ സ്ക്വയറിന്റെ കൂടെ നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്യണം. യെസ്, 22 കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി 264. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റയാൻ ഏത്? ഒറ്റയാൻ നമുക്ക് നോക്കാം. ചതുർഭുജം, ലംബകം, സമാന്തരികം, ചതുരമാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് ആരാ? ചതുർഭുജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത്? 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 8ാമത്തെ സ്ഥാനത്തെ എന്ന് പറയുന്നത് യെസ് 19 വരുന്നത് കേട്ടോ. 19 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 4, 2/6 ഡിവൈഡഡ് ബൈ 2/6. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയാക്കണം? ഇത് ഒരുമിച്ച് നമുക്ക് ആക്കണം. ഒരുമിച്ചാക്കുമ്പോൾ 4 × 6 ഇതിങ്ങനെ ചെയ്യേണ്ടത്. 4 × 6 ആദ്യം ചെയ്യണം, പ്ലസ് 2 അതാണ് ന്യൂമറേറ്ററി വരുന്നത്. അപ്പൊ 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 × 4 24, 26/6 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇവിടെ 6 6 പ്ലസ് 2 8/6 ഡിവൈഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പൊ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാത്സ് ആൻഡ് റീസണിങ് പല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ. ആൻസർ സെയിം ആയിരിക്കും. മാത്സ് ഒക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതികളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആക്കി മറ്റേ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വരാൻ നേരത്തെ ഇങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ടാക്കി കളയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ കട്ട് ചെയ്തിട്ട് എഗെയിൻ അപ്പം ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്? യെസ്, ഇവിടെ വരാൻ നേരത്തെ എഗെയിൻ നമ്മൾ 2 കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സോ 13. ഈ 13/4 എന്ന് പറയുന്നത് യെസ് 3. അപ്പം 3 × 4 + 1 ആണല്ലേ വരുന്നത്. അപ്പൊ 3 1/4. യെസ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, ഈ ആൻസർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. എല്ലാ എക്സാമിന് വേണ്ടിയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കണം. ഓരോ സമയത്തും ഉള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുക. കറണ്ട് അഫയേഴ്സും ക്വസ്റ്റ്യൻ മാറി വരുന്ന പാറ്റേണും ഒക്കെ നമുക്ക് അതുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.